ആളുകളും സംശയം കണ്ടിട്ട് ആളുകൾ വടക്ക് നോക്കി എന്തിനാ അടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ അങ്ങനെ ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സംശയമായിട്ടാണ് ആളുകൾ വരുന്നത്. മൊത്തം എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഒരു നമ്മൾ ഈ പടം കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ, അതായിരുന്നു എനിക്ക് ഈ സിനിമ ഷൂട്ട് ഡേയ്സ്. എന്നും രാവിലെ എണീറ്റ് ഭയങ്കര ഒരു ഹാപ്പിയാണ്. ഇന്ന് പോയി ഭയങ്കര ഹാപ്പി ഷൂട്ട് ഡേയ്സ് ആയിരുന്നു. ആളുകൾ മുഴുവനും പറയാൻ 100 കോടി 500 കോടി പരിപാടി നിൽക്കുകയാണ്. മലയാള സിനിമ എന്നും, മലയാള സിനിമ തുടങ്ങിയ ചരിത്രം മുതൽ ഈ നിമിഷം വരെ മലയാള സിനിമ ഒരു നാഷണൽ ലെവലിലോ ഇന്റർനാഷണൽ ലെവലിലോ രേഖപ്പെടുത്തിയിരിക്കുന്നത് തികച്ചും കോണ്ടന്റ് ഡ്രിവൻ ആയിട്ടുള്ള നമ്മുടെ റൂട്ടറായിട്ടുള്ള ഗംഭീര ഫിലിം മേക്കേഴ്സിന്റെ സിനിമകളുടെ പേരിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല അന്ന് ഈ പറയുന്ന പോലെ 500 കോടി അതല്ല സിനിമയുടെ കാറ്റഗറി. ഞാൻ റിയൽ ലൈഫിൽ എനിക്ക് പരിചയമില്ലാത്ത ഒരു കഥാപാത്രമാണ്. വേറെ ചെയ്തിരിക്കുന്ന ചില കഥാപാത്രങ്ങൾ എവിടേക്കോ ചില കാര്യങ്ങൾ നമുക്ക് റെഫറൻസ് പോയിന്റ്സ് ഉണ്ടാവുമായിരിക്കും. എനിക്ക് പരിചയമുള്ള ഒരാളിൽ ഒരു ചെറിയ കാര്യം വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് അമ്മുവായിട്ട് എനിക്കൊന്നും എൻ്റെ ഒരു സറൗണ്ടിങ്ങിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ നിസാം ബഷീർ ഡയറക്ടർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അമ്മു ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അമ്മുയുടെ കാരണങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, ഇതൊക്കെ ആണ് ഒരാളുടെ മെൻ്റൽ സ്റ്റേറ്റും സൈക്കീനെ എന്താ പറയുക ഒരു സ്ട്രക്ചർ തന്നെ കൊടുക്കുന്നത്. മാലിക് ക്യാരക്ടർ എനിക്ക് ഈ പറയുന്ന പോലെ ആ കഥാപാത്രത്തിനോട് നമുക്കൊരു ഭ്രാന്തമായിട്ടുള്ള സ്നേഹവും ഇതൊക്കെ വന്നിട്ട് ആ ക്യാരക്ടർ ഇപ്പം ഞാൻ പ്ലേ ചെയ്തിട്ടുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളൊന്നും ആട്ടത്തിന് കേട്ട ക്ഷമ ഞാൻ ലൈഫിൽ കേട്ടിട്ടേ ഇല്ല. OTTയിലും ടെലിഗ്രാമിലും കണ്ടിട്ട് ആളുകൾ വന്നിട്ട് പറയും മറ്റേ ഈ പറയുന്ന പോലെ കൂടാ എന്നോട് ക്ഷമിക്കണം, എനിക്ക് സിനിമ തിയേറ്ററിൽ കാണാൻ സാധിച്ചില്ല. ഒരുപക്ഷെ നമ്മൾ ആ ടൈമിനൊക്കെ അറിയിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതിലൊന്നും റെസ്പോണ്ട് ചെയ്യാത്ത കുറെ ആളുകളാണ് ഈ പറയുന്നത്. നമസ്കാരം, മീഡിയോനോടൊപ്പം പ്രിയംവദ സ്വാഗതം. സംശയത്തിന്റെ വിശേഷങ്ങളാണ്. ഇതില് നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത് ഒരു പ്രൊമോഷൻ വീഡിയോയിലാണ്. ഈ പേര് തന്നെ രജിസ്റ്റർ ആവുന്നത് ഫഹദ് ഫാസിലിന്റെ കൂടെയുള്ള ഒരു വീഡിയോ വന്നു. അതിനുശേഷം ലിജോ മോളുടെ ബർത്ത്ഡേക്ക് ഒരു വീഡിയോ വന്നു, അതിൽ പാട്ട് വന്നു, പാട്ടിലെ ഡാൻസ് വന്നു. ഇനി വളരെ ഫണ്ണി ആയിട്ടുള്ള ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ടുള്ള പ്രൊമോഷൻസ് ആണ് നടന്നു വന്നത്. ഇതേ ഒരു പേസ് ആണോ സിനിമ സംസാരിക്കുന്നത്? സംശയം സംസാരിച്ചു തുടങ്ങുന്നതും പറഞ്ഞു വെക്കുന്നതും എന്താണ്? സംശയം ഒരു ആബ്സല്യൂട്ട്ലി നല്ല കോണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ഫാമിലി കോമഡി എൻ്റർടൈനറാണ്. അപ്പോൾ ഓരോ സിനിമയ്ക്കും ഓരോ പ്രൊമോഷൻ സ്ട്രാറ്റജി ആണല്ലോ. അപ്പോൾ സംശയം ഇത്ര കോണ്ടന്റ് ഡ്രിവൺ ആയതുകൊണ്ടിട്ട് കുഞ്ഞു കുഞ്ഞു തമാശകളിലെ കുറച്ച് വീഡിയോസ് ഇറക്കി അത് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതായിരുന്നു നമ്മളുടെ ഒരു പ്രൊമോഷൻ പ്ലാൻ. അപ്പം നമ്മൾ വെറുതെ ഈ സംശയത്തിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല നമുക്കറിയാം. അപ്പം ഞാനും ഫഹദും ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞാൽ ഫഹദ് ഞാൻ 5-6 സിനിമ ഒരുമിച്ച് ആയി. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സിനിമകളൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഈ ഓടുംകുതിര അറൗണ്ട് 8-9 months നമ്മൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്തു. അപ്പോൾ പിന്നെ ഭയങ്കര അടുത്ത സുഹൃത്തുമാണ്. അപ്പം എനിക്കിത് എങ്ങനെയെങ്കിലും ആളുകളിലേക്ക് എത്തിക്കണം. എനിക്ക് വളരെ പ്രിയപ്പെട്ട സിനിമയാണ് എല്ലാ തരത്തിലും, ഒരു നടൻ എന്നുള്ള തരത്തിലും അല്ലെങ്കിൽ ഒരു സിനിമ പ്രവർത്തകൻ, മറ്റേ കാഴ്ചക്കാരൻ, എല്ലാ തരത്തിലും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട സിനിമയാണ്. ഭയങ്കര പേഴ്സണലായിട്ടുള്ള സിനിമയാണ്. ഞാൻ ഭയങ്കര പ്രൗഡാണ് ഈ സിനിമയുടെ ഭാഗമായി എന്നുള്ളത്. അപ്പോൾ അത് ഏറ്റവും വലിയ ക്രൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര പേഴ്സണലായിട്ടുള്ള ഇത്ര സ്നേഹമുള്ളൊരു സിനിമ ആളുകളിലേക്ക് എത്താണ്ട് പോരുന്നു. അങ്ങനത്തെ ഒരു സിനിമ വന്നു ഒന്ന് വയ്ക്കും അവസാനം. അപ്പോൾ അത് ഒരിക്കലും നടക്കരുതെന്നുണ്ടായി. അപ്പോൾ ഞാൻ ഫഹദിനോട് ഈ കാര്യം പറഞ്ഞു. ഞാൻ ഫഹദിനോട് ചോദിച്ചു, ഇപ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് അതിനൊന്നും അവസാനം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത വീഡിയോ ആണത്. അപ്പോൾ അതായിരുന്നു തുടക്കം ഇതിൻ്റെ പ്രൊമോഷൻ്റെ. സംശയം ഭയങ്കര, ഞാൻ ഇപ്പോൾ എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞ പോലെ സംശയത്തിൻ്റെ ഒരു സ്റ്റാർ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഭയങ്കര വെൽ റിട്ടേൺ ആയിട്ടുള്ള, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ്. അപ്പോൾ നല്ല റൂട്ടഡ് ആണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ പറയുന്ന ഒരു പുതിയ കഥയാണ്. ഇതിനു മുമ്പ് മലയാള സിനിമയിൽ സംസാരിക്കപ്പെടാത്ത ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. പല ആളുകളും സംശയം കണ്ടിട്ട് ആളുകൾ വടക്ക് നോക്കി എന്തിനാ അടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ അങ്ങനെ ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സംശയമായിട്ടാണ് ആളുകൾ വരുന്നത്. അതിൻ്റെ സംശയം, ഇതിൻ്റെ സംശയം. പക്ഷേ ഈ സിനിമ പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആകുമ്പോഴാണല്ലോ നമ്മളീ പറയുന്നത്. ഇപ്പോൾ ഞാൻ സ്ക്രീൻ പ്ലേ നല്ലതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മേജർ ക്രെഡിറ്റ് പോകുന്നതിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഇതുവരെ പറയപ്പെടാത്തൊരു സിനിമ ഭയങ്കര എൻഗേജിങ് ആയി, ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട്, ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള
ഒരു കോമൺ മാൻ്റെ സന്തോഷവും സങ്കടവും ഒക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ക്യാരക്ടറിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഷറഫുദ്ദീനുമായിട്ടുള്ള കോമ്പിനേഷനിലാണ് വരുന്നത്. റോഷാക്കിന് ശേഷം നിങ്ങളുടെ കോംബോ വീണ്ടും വരാണ്. അത് ആ സമയത്ത് തന്നെ വലിയ രീതിയിൽ നോട്ടീസ് ചെയ്യപ്പെട്ടിരുന്നു. അമ്മു എന്ന ക്യാരക്ടർ വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടിരുന്നു. വീണ്ടും ഈ കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ കഥാപാത്രം എന്താണ്, ഈ ഒന്നിച്ചുള്ള ഈ ഒരു ടീമിന്റെ ഒരു എക്സ്പീരിയൻസ്? റോഷാക്കിൽ എനിക്ക് വളരെ കുറച്ച് ഡേയ്സ് ഓഫ് വർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് പറയുന്ന ഡയലോഗ്സിനേക്കാളും കൂടുതൽ എനിക്കൊരു നോർമൽ കോൺവെർസേഷൻ സ്പേസ് അത്രയും ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു ഞാനും ഷറഫുദ്ദീനും എനിക്ക് 1 or 2 സീൻസിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഈ സിനിമയിൽ വരുമ്പോഴാണ് ഞാൻ സംസാരിക്കുന്നത് പ്രോപ്പറായിട്ട്. കാരണം കുറച്ച് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക് വർക്ക് ചെയ്യാൻ. എനിക്ക് ഭയങ്കര വർക്കായി പരിപാടി. ബിക്കോസ് നമ്മൾ ചെയ്യുന്ന കഥാപാത്രം മാത്രമല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കഥാപാത്രവും അത്രയും ഒരു ഗിവ് ആൻഡ് ടേക്ക് കണക്റ്റിൽ മാത്രം വർക്ക് ആവുന്നതാണ് നമ്മുടെയും പെർഫോമൻസ്. അപ്പം അതെനിക്ക് വളരെയധികം വർക്കായിട്ടുണ്ട് സംശയത്തിൽ. ആൻഡ് മൊത്തം എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഒരു നമ്മൾ ഈ പടം കണ്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ, അതായിരുന്നു എനിക്ക് ഈ സിനിമ ഷൂട്ട് ഡേയ്സ്. എന്നും രാവിലെ എണീറ്റ് ഭയങ്കര ഒരു ഹാപ്പിയാണ്. ഇന്ന് പോയി ഭയങ്കര ഹാപ്പി ഷൂട്ട് ഡേയ്സ് ആയിരുന്നു. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റും ആണ്. നമ്മൾ ചെയ്യുന്ന ജോലി അത്ര ഇഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ് സംശയം. അത് നിങ്ങൾക്ക് ഈ പടം കാണുമ്പോഴും മനസ്സിലാവും. നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചൊരു സിനിമ എന്ന് പറയാം. എല്ലാ സിനിമകളും എന്നെ കൊണ്ട് അത്യാവശ്യം എനിക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഒരു കഥാപാത്രം കിട്ടുമ്പോൾ അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം അത്രയധികം ആഗ്രഹിച്ച് വന്നതാണ് സിനിമയിലേക്ക്. എനിക്ക് വേറെ ഒരു ഇത്രയും പാഷനേറ്റ് ആയിരുന്നില്ല ഞാൻ വേറെ ഒന്നിനെയും കുറിച്ച്. ആൻഡ് അപ്പോൾ ഏത് സിനിമയാണെങ്കിലും അതിലൊരു പ്രോസസ്സ് ആൻഡ് വർക്ക് എല്ലാം ഉണ്ട്. സംശയത്തിന് അതിൻ്റെതായ രീതിക്കുള്ളൊരു അതുണ്ടായിരുന്നു. ഈ തൊട്ടപ്പൻ മുതൽ ഇങ്ങോട്ടുള്ള ഇപ്പം സ്റ്റേഷൻ 5 പോലുള്ള സിനിമകൾ വന്നു. അപ്പം ഈ സിനിമകളിലെല്ലാം ഒരു കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം അതിന് പറയാനുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള ടെറൈൻ വരുന്നുണ്ട്. അതിൽ കൃത്യമായിട്ടൊരു വിഷയത്തെ അഡ്രസ്സ് ചെയ്തു പോകുന്ന ക്യാരക്ടർ കൂടെയാണ്. ഇപ്പൊ റോഷാക്ക് ഒരു കൊമേഴ്ഷ്യൽ സിനിമ ആണെങ്കിൽ പോലും അമ്മു എന്ന് പറയുന്ന ക്യാരക്ടർ അതിൽ കൃത്യമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആളുടെ മെന്റൽ സ്റ്റേറ്റ് കംപ്ലീറ്റ്ലി അതിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ഇത്തരത്തെ ചോയ്സസ് ഉണ്ടാവുന്നത് ഈ ഇന്റൻഷനോട് കൂടെയാണോ? അല്ല, കാരണം ആ ഇൻറ്റൻഷൻ വെച്ചിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ലിബർട്ടി എനിക്കില്ല. അങ്ങനെ എൻ്റെ മുന്നിൽ കുറേ കഥാപാത്രങ്ങളൊന്നും വെച്ചിട്ടില്ല ഇതൊക്കെ ചൂസ് ചെയ്ത് ചെയ്യാൻ. പക്ഷേ ഒരു ഭാഗ്യമാണ്. അതായത് ഇത്രയും നല്ല ഫിലിം മേക്കേഴ്സ്, ഇത്രയും നല്ല സിനിമകളും ഇത്രയും നല്ല കഥാപാത്രങ്ങൾ എന്നിൽ എന്തോ കാണുന്നു, എന്തോ ഒരു പൊട്ടൻഷ്യൽ കണ്ടിട്ടാണല്ലോ ഇവർ വിശ്വസിച്ച് കഥാപാത്രങ്ങൾ ഏൽപ്പിക്കുന്നത്. അപ്പം അതൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലാണ്ട് ഞാൻ എടുക്കുന്ന ഒരു കോൺഷ്യസ് ഡിസിഷൻ അല്ല. രാജേഷ് രവി എന്ന് പറയുന്ന സംവിധായകനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കറിയാം എന്ന സിനിമയിലെ കഥ എഴുതിയത് അദ്ദേഹമാണ്. നേരത്തെ പറഞ്ഞു ഇതിന്റെ സ്ക്രിപ്റ്റും അത്രയും റൂട്ടഡ് ആണ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ഇദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിന് ഇത്രയും ആഴം ഉണ്ടാകും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ആസ് എ ഡയറക്ടർ മുന്നേ തമാശയിൽ അദ്ദേഹം അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു ബിസ്മി സ്പെഷ്യൽ എന്ന് പറയുന്ന സിനിമ അനൗൺസ് ചെയ്തതിൽ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പം ആസ് എ ഡയറക്ടർ അത്രയും ഒരു ബന്ധം കൂടെ ഉണ്ടോ അദ്ദേഹത്തിൽ? അത് തന്നെയാണോ കണ്ടത് സിനിമ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത്? എനിക്കെപ്പോഴും രാജേഷ് ആസ് എ റൈറ്റർ ഒരു ഭയങ്കര രസമുള്ള ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ കുറച്ചും കൂടി എളുപ്പമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം എഴുത്തുകാരനാണ്. ഈ നട്ടെല്ല് സിനിമയുടെ എഴുത്ത് തന്നെയാണ്. ബാക്കി എനിക്ക് തോന്നുന്നു മലയാള സിനിമ എനിക്കിനി ഇന്ത്യയിലെ ഏത് ലാംഗ്വേജിലെ സിനിമകളേലും ടെക്നിക്കലി നമ്മൾ ഭയങ്കര സൗണ്ടാണ്. ലൈക്ക് ലെറ്റ് ഇറ്റ് ബി ഫിലിം മേക്കേഴ്സ് ഓർ സിനിമാറ്റോഗ്രാഫർ ഹൂവർ. അപ്പോൾ രാജേഷിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് എനിക്ക് ഇന്ന് തോന്നിയിട്ടുള്ളത് എഴുത്താണ്. എഴുത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എഴുത്തുകാർ എഴുതുമ്പോൾ നമുക്ക് ആ കഥാപാത്രങ്ങളുടെ ബാക്ക് സ്റ്റോറി കിട്ടും എന്ന് പറയുന്നതാണ്. അതായത് അവരുടെ ഫ്ലാഷ് ബാക്ക് ഒന്നും കാണിക്കണ്ട, വെറുതെ ഒരു സീനിൽ 2-3 ഷോട്ടുകളിലൊക്കെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് തരും. ഇപ്പോൾ ഈ സിനിമ നിങ്ങൾ സംശയം കാണുമ്പോൾ മനസ്സിലാവും. അതായത് ഞാൻ സിനിമയിലെ പ്രൊട്ടാഗണിസ്റ്റ് ആണെങ്കിൽ എൻ്റെ രൂപം സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ എന്താണ്, എൻ്റെ ബാക്ക് സ്റ്റോറി എന്താണ്, എൻ്റെ ജോലി എന്താണ്, എല്ലാം വേറൊരു ഇൻ്റലിജൻസിൽ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് എന്നെ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ 2 തരത്തിൽ പരിപാടി വർക്ക് ചെയ്യണം. ഇതൊരു കമേഴ്ഷ്യൽ സിനിമയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എൻഗേജിങ് ആയിരിക്കണം.
അത്തരം സിനിമകൾക്ക് ഡെപ്ത് ഉണ്ടാകണം. അറ്റ് ദ സെയിം ടൈം ഈ ലാളിത്യം എന്ന് പറയുന്ന ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കമേഴ്ഷ്യൽ സിനിമ ഞങ്ങളിത് ലക്ഷ്യം വെച്ചിരിക്കുന്നത്, ഇത് വെക്കേഷൻ എന്തുകൊണ്ട് ഇറക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ആൻസർ ഇത് ഒരു മറ്റേ ഈ കാറ്റഗറൈസേഷൻ ചെയ്യേണ്ട ഒരു സിനിമയല്ല. ഒരു മുതിർന്ന ആളുകൾക്കോ യൂത്തിനോ അല്ലെങ്കിൽ വയലൻസ്, ത്രില്ലർ അങ്ങനെ സെപ്പറേഷൻ ഇല്ലാത്ത എല്ലാ ക്രൗഡിനെയും അപ്പീൽ ചെയ്യുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സോൾഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഇത് എൻഗേജിങ് ആയിരിക്കണം. എൻഗേജിങ് ആകണമെങ്കിൽ ഡെഫിനറ്റ്ലി ഡെപ്ത് വേണം. അറ്റ് ദ സെയിം ടൈം ഈ ലാളിത്യം ഉണ്ടാവണം. ഈ ലാളിത്യം എനിക്ക് രാജേഷിൻ്റെ റൈറ്റിങ്ങിൻ്റെ ഭയങ്കര, രാജേഷും സനു മജീദും കൊണ്ട് രണ്ടുപേരും കൂടെ എഴുതിയെങ്കിൽ ഇവർ ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഇത് എഴുതിയിട്ടുണ്ട്. ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. അറ്റ് ദ സെയിം ടൈം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനും ലിജോവും ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം ആളുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാജേഷൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പറയുന്ന പോലെ ഈ ക്ലീഷ മുഴുവൻ ബ്രേക്ക് ചെയ്തിട്ട് ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട് എല്ലാത്തിലും. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതൊന്നും മലയാള സിനിമ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നതും ആ ഒരു കണ്ടന്റിന്റെ ആളും അതേ സമയത്ത് സിമ്പിൾ ആവുന്നതുകൊണ്ടും കൂടെ 100%. പക്ഷേ പറഞ്ഞാൽ മറ്റേതിനോട് നമുക്ക് വിയോജിപ്പൊന്നുമില്ല. പക്ഷെ ആളുകൾ മുഴുവൻ പറയാൻ 100 കോടി 500 കോടി പരിപാടി നിൽക്കുകയാണ്. മലയാള സിനിമ എന്നും, മലയാള സിനിമ തുടങ്ങിയ ചരിത്രം മുതൽ ഈ നിമിഷം വരെ മലയാള സിനിമ ഒരു നാഷണൽ ലെവലിലോ ഇന്റർനാഷണൽ ലെവലിലോ രേഖപ്പെടുത്തിയിരിക്കുന്നത് തികച്ചും കോണ്ടന്റ് ഡ്രിവൻ ആയിട്ടുള്ള നമ്മുടെ റൂട്ടറായിട്ടുള്ള ഗംഭീര ഫിലിം മേക്കേഴ്സിൻ്റെ സിനിമകളുടെ പേരിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല അന്ന് ഈ പറയുന്ന പോലെ 500 കോടി അതല്ല സിനിമയുടെ കാറ്റഗറി. ഞാൻ പറഞ്ഞു ഇതൊരു സിനിമ ഒരു ബിസിനസ്സാണ്. ഞാൻ അതിനെ തള്ളിപ്പറയുന്നതല്ല തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ സിനിമേനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമേനെ കുറിച്ച് പറയുന്നതിൻ്റെ അപ്പുറം ഏറ്റവും വലിയ സന്തോഷം നമുക്കുണ്ടാകുന്നത് ഈ സിനിമ നിർമ്മിക്കപ്പെട്ട 3 സാധാരണ പ്രൊഡ്യൂസേഴ്സാണ്. ഇവർ ഇൻഡസ്ട്രിയിലെ വലിയ ബിഗ് ഷോട്ട്സ് ഒന്നുമല്ല. ഇപ്പോൾ സുരാജ് ചേട്ടൻ, ഡിക്സൺ ചേട്ടൻ, മാത്തുക്കുട്ടൻ, ലിനോ ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരും ഈ സ്ക്രീൻ പ്ലേയുടെ ക്വാളിറ്റി ആയിട്ട് ഈ സ്ക്രീൻ പ്ലേ സിനിമയാക്കപ്പെടണം എന്ന് പറയുന്നൊരു തോട്ടിൽ ഈ സിനിമ എടുത്ത ആളുകളാണ്. അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ആളുകൾ നമ്മുടെ പെർഫോമൻസിനെ ഇപ്പോൾ കണ്ട ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, മറ്റേ പ്രിയയുടെ പെർഫോമൻസിന്. ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. നമുക്കിത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഒരു 10-10:30 ആകുമ്പോൾ ഇവിടെ എത്തിയാണ്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ ലൈക്ക് ഞാൻ ഒരു 8-10 ഇൻ്റർവ്യൂ ആയി ലൈക്ക്. പക്ഷെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഞാൻ ഈ ഒരു ഫുൾ ഓൺ ആയിട്ട് ഞാൻ വേണമെങ്കിൽ അടുത്തൊരു 3-4 മണിക്കൂർ ഞാൻ ഫങ്ഷൻ ചെയ്യും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ശരീരം നമ്മളെ അനുവദിക്കുന്ന അത്രയും നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുഷ് ചെയ്യും. എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സിനിമ ആളുകൾ കാണേണ്ടതാണ്. ഈ സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഈ തിരക്കഥ സിനിമയാകണമെന്ന് വിശ്വസിച്ച് ഒരു സിനിമ നിർമ്മിച്ച ഇവർ ഇനിയും നല്ല സിനിമകൾ ചെയ്യണം. രാജേഷിനെ പോലെ നല്ലൊരു റൈറ്റർ ഇനിയും നല്ല സിനിമകൾ എഴുതണം, നല്ല സിനിമകൾ സംവിധാനം ചെയ്യണം. അത്തരം സിനിമകളുടെ ഭാഗമാകാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഇതൊരു ചെയിനാണ്. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണപ്പെടണം. നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം, ഞാൻ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത സിനിമ ആട്ടമാണ്. അപ്പോൾ ആട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആട്ടത്തിന് കേട്ട ക്ഷമ ഞാൻ ലൈഫിൽ കേട്ടിട്ടേ ഇല്ല. OTTയിലും ടെലിഗ്രാമിലും കണ്ടിട്ട് ആളുകൾ വന്നിട്ട് പറയും മറ്റേ ഈ പറയുന്ന പോലെ, ഓടാ എന്നോട് ക്ഷമിക്കണം, എനിക്ക് സിനിമ തിയേറ്ററിൽ കാണാൻ സാധിച്ചില്ല. ഒരുപക്ഷെ നമ്മൾ ആ ടൈമിനൊക്കെ അറിയിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതിലൊന്നും റെസ്പോണ്ട് ചെയ്യാത്ത കുറേ ആളുകളാണ് ഈ പറയുന്നത്. അപ്പം അതല്ല, ഇത് സിനിമയുടെ ഒരു പൂർണ്ണ രൂപം തിയേറ്ററിൽ നമ്മൾ ഫുൾ ക്രൗഡായിട്ടിരുന്ന് കാണുമ്പോഴാണ് പല തമാശകളും നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുന്നത്. നമ്മൾ OTT കണ്ടിട്ടുണ്ട്. OTTയിൽ പല കോമഡി പടമൊന്നും നമ്മൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ നമ്മൾ തിയേറ്ററിൽ നിന്നിട്ട് ഈ ക്രൗഡിൻ്റെ ഇടയിൽ കാണുമ്പോൾ ഒരു ചെറിയ കോമഡി ആളുകളൊക്കെ ചിരിക്കുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിരിച്ചു പോകും. അപ്പൊ സിനിമ സംസ്കാരം അതാണ്. സിനിമ ഈ പറയുന്ന പെട്ടി കാണേണ്ടതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ തിയേറ്ററിൽ പോയിട്ട് തന്നെ ഇത്തരം സിനിമകൾ കാണുക. മലയാളത്തിന്റെ ഒരു സംസ്കാരം ഉണ്ടല്ലോ, കോണ്ടന്റ് ഡ്രിവൻ. ഇത്തരം സിനിമകൾ ഇവിടെ വേണം. ഞാൻ മറ്റേ 100 കോടി 500 കോടി 1000 കോടി വേണ്ടെന്നല്ല പറയുന്നത്. ഇത്തരം സിനിമകൾ സർവൈവ് ചെയ്യണം. ഇത്തരം സിനിമകൾക്ക് സ്പേസ് ഉണ്ടാവണം. സത്യസന്ധമായിട്ടുള്ള റൂട്ടഡായിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ വേണം. ഇതൊന്നും ആട്ടത്തിന് കുറച്ചുകൂടെയും ജനകീയമായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ റിലീസ് വരെയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആട്ടം അത്യാവശ്യം വർക്ക് ചെയ്തു. പക്ഷെ ആട്ടം ഡിസർവ് ചെയ്ത തരത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോന്നുണ്ടാവും. ഇപ്പോൾ എന്നാലും ഹാപ്പിയാണ്. ഞങ്ങൾ ഒരുപാട് ചെറിയ ആളുകൾ ചേർന്ന് ചെയ്തൊരു സിനിമ ആ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയാണ്. 3 നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് 3 നാഷണൽ അവാർഡിൻ്റെ അപ്പുറത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനൊരു ഇന്ത്യ പോലെയുള്ള ഏറ്റവും പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാന ഒരു രാജ്യത്തെ
ഏറ്റവും മികച്ച സിനിമയാകുക, നമ്മളുടെ ഏറ്റവും ചുരുങ്ങിയ ബഡ്ജറ്റിൽ ചെയ്ത ഒരു സിനിമ എന്ന് പറയുന്നത് അത് എന്ന് പറഞ്ഞാൽ അപ്പൊ ക്ഷമ വേണ്ട, തിയേറ്ററിൽ പോയി പടം കണ്ട് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ആഗ്രഹം. ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ ബിസ്മി സ്പെഷ്യൽ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, അത് ഡ്രോപ്പ് ആയി? എനിക്ക് തോന്നുന്നില്ല, അതൊരു കാലഘട്ടത്തിന്റെ സിനിമയായിരുന്നു. അതിപ്പോ എനിക്ക് കൊറോണക്ക് മുമ്പൊക്കെ സംഭവിക്കേണ്ട ഒരു സിനിമയായിരുന്നു. ഇനി രാജേഷ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇനി അത്തരം അത് കുറച്ചും കൂടി റിയലിസ്റ്റിക് മോഡലായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞു, ആ കാലഘട്ടം കഴിഞ്ഞു. എല്ലാത്തിനും ഷെൽ ലൈഫ് ഉണ്ടല്ലോ, അപ്പൊ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതായിരിക്കില്ല. രാജേഷിന്റെ ഒരുപാട് നല്ല കഥകളുണ്ട്, ഒരുപാട് നല്ല കഥകളുള്ള ഒരാളാണ്. ഞാൻ യങ് റൈറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യൽ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു സ്ക്രീൻ റൈറ്ററാണ്. സംശയത്തിലെ കഥാപാത്രം രണ്ട് മേജർ ലീഡ്സ്, ഫീമെയിൽ ലീഡ്സ് വരുന്നുണ്ട്. ലിജോ മോളുടെ ക്യാരക്ടറുണ്ട്, പ്രിയയുടെ ക്യാരക്ടറുണ്ട്. ഹൗ ഇമ്പോർട്ടൻറ്റ് ആർ ദീസ് വിമൻ ഇൻ ദിസ് മൂവി? ഇതിലിപ്പോൾ ഈ 2 ഫീമെയിൽ ലീഡ്സ് മാത്രമല്ല, ഇതിൽ വരുന്ന എല്ലാം ക്യാരക്ടേഴ്സ്, വന്നു പോകുന്ന എല്ലാം ക്യാരക്ടേഴ്സ് ഇല്ലാണ്ട് ഈ പടം ഇൻകംപ്ലീറ്റ് ആണ്. ആരും വെറുതെ വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് ഇല്ല. എല്ലാവരും ഭയങ്കര വാലിഡേറ്റ് ചെയ്യുന്നുണ്ട് ഈ സ്റ്റോറി മൂവ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുന്നത് ഒരു വലിയ കാര്യമാണ്. അതായത് എൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ എഴുതിയ രീതി അല്ലെങ്കിൽ ഈ ക്യാരക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്ന പ്ലേസസ്, ഇത് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അത്രയും ഒരു കംപ്ലീഷൻ തോന്നിക്കില്ല. ലിജോ മോളുടെ ക്യാരക്ടർ പറയുക വെച്ച് കഴിഞ്ഞാൽ ഒരു മേ ബി ഒരു ഹാർട്ട് ഓഫ് ദ സിനിമ പോലെയാണ്. അപ്പോൾ അത് ബന്ധങ്ങളുടെ കഥ പറയുന്ന സിനിമയാണ്. ബന്ധങ്ങളാണല്ലോ ശരിക്കും നമ്മളെ ഇമോഷണലി മൂവ് ചെയ്യുന്ന. ഡെഫിനറ്റ്ലി ബന്ധങ്ങളാണ്. നമ്മൾ ഭയങ്കര അച്ഛനമ്മ മകൻ അല്ലെങ്കിൽ കുട്ടി, പിന്നെ മുത്തശ്ശൻ, ഇതാണല്ലോ നമ്മൾ ഇമോഷണലി മൂവ് ആണെങ്കിൽ. അപ്പൊ ഇവര് ഹാർട്ടാണ് സിനിമകളുടെ. ഈ സിനിമയുടെ ഹാർട്ട് എന്ന് പറയാവുന്ന പോലത്തെ 2 ക്യാരക്ടേഴ്സാണ്. ചേട്ടൻ്റെ ലുക്കിലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട് തോന്നുന്നു. തമാശയിൽ തുടങ്ങി, തമാശയാണെങ്കിലും മാലിക്കിൽ ആണെങ്കിൽ പോലും ഇതിലൊക്കെ ക്യാരക്ടർ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭയങ്കര ലൗഡാണ്. സ്പീക്സ് മോർ ദാൻ ദ ക്യാരക്ടർ എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം പ്രേമത്തിലെ മാഷാണെങ്കിൽ പോലും ആളുടെ ബോഡി ലാംഗ്വേജിൽ ഇറ്റ്സ് ദെയർ, അയാളുടെ ഇൻസെക്യൂരിറ്റി എന്താണ്, കംപ്ലീറ്റ് ക്യാരക്ടർ നമുക്ക് കിട്ടും. സംശയത്തിലും അതേപോലെ തോന്നിയിട്ടുണ്ട്. അതിന്റെ ക്യാരക്ടറൈസേഷൻ ഇപ്പൊ ടീച്ചർ വന്നതാണ് കണ്ടത്, അതിൽ പോലും അയാളുടെ ചിരിക്കണോ കരയണോ എന്നുള്ള കൺഫ്യൂഷൻ, അങ്ങനെ ഒരു എക്സ്പ്രഷൻ പോലും വരുന്നുണ്ട്. ഈ ക്യാരക്ടറിലേക്ക് മാറുമ്പോൾ ലുക്ക് അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് എത്രത്തോളം അത് പ്രിപ്പയർ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒന്ന്, നമ്മുടെ മലയാളി ഓഡിയൻസ് ഉണ്ടല്ലോ, അവര് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകളാണ്. എനിക്ക് ഞാൻ ഒരു മലയാളി എന്നുള്ള തരത്തിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള, ഭയങ്കര അഭിമാനമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ അധികം നാള് മറ്റേ ഈ പറയുന്ന കഞ്ഞിയും ചമ്മന്തിയും കൊടുത്തു കഴിഞ്ഞാൽ അവര് എടുത്തുകൊണ്ട് ഓടാൻ പറയും. അപ്പോൾ ഞാൻ ഒരു എൻ്റർടൈനർ കൂടെയാണ്. അപ്പോൾ എത്രത്തോളം വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ ആളുകളിലേക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറയുന്നതിൻ്റെ ഒരു അന്വേഷണമാണ് എൻ്റെ ലൈഫ് തന്നെ. പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന തൊഴിൽ ഇതുമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. എല്ലാ സിനിമകൾക്കും അല്ല, ഇത് സ്ക്രിപ്റ്റ് നമ്മളോട് പറയുന്നതാണ്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ മോഹൻകുമാർ ഫാൻസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അപ്പോൾ ആ സിനിമ ചെയ്യുമ്പോൾ ഞാൻ പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഞാൻ ഒന്നിനെ കുറിച്ചിട്ട് ബോധർ ചെയ്യണ്ട. ഞാൻ ആകെ ശ്രമിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ആ കോമഡി വർക്കൗട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്ന പരിപാടി. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് സംശയത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഈ സൈക്കിയുടെ, നമ്മളുടെ ഒരു മാനസികാവസ്ഥയുടെ, നമ്മളെ പാസ്റ്റിന്റെ, നമ്മുടെ ചുറ്റുപാടിന്റെ, നമ്മുടെ കണ്ടീഷനിങ്ങിന്റെ റിഫ്ലക്ഷനാണ് എൻ്റെ ശരീരഭാഷ. അപ്പൊ എൻ്റെ ശരീരം സംസാരിക്കണം, എൻ്റെ മനസ്സിന്റെ റിഫ്ലക്ഷനാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഒരുപാട് എനിക്ക് ഇപ്പൊ സംശയം കണ്ടു കഴിയുമ്പോൾ ചന്ദ്രനെ വിളിക്കുമ്പോൾ ചന്ദ്രൻ എന്നോടൊരു കാര്യം പറയും. അത് എനിക്ക് തോന്നുന്നു അത് എല്ലാവർക്കും കാണാൻ പറ്റണമെന്നില്ല. ഇപ്പൊ ഇയാളുടെ ദുഃഖം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഇതിനു മുമ്പുള്ള എൻ്റെ വേറെ കഥാപാത്രങ്ങൾ അങ്ങനെയല്ല ദുഃഖം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ദുഃഖം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങേർക്കൊരു സ്പെസിഫിക് റീസൺ ഉണ്ട്. അപ്പൊ ഇത്തരം പരിപാടികളൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിക്കുകയും ഈ പ്രോസസ്സിൽ നമ്മളും ഫിലിം മേക്കറും കൂടെ ഉണ്ടാകുന്ന ഒരു ധാരണയാണത്. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. പിന്നെ ഇതേപോലെ കഥാപാത്രങ്ങൾ കിട്ടില്ലടോ നമുക്കൊന്നും. എനിക്ക് അതൊക്കെ കൊണ്ടിട്ടാണ് നമുക്ക് ഭയങ്കര പേഴ്സണലാണ് ഈ പരിപാടി. ഇത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്നൊക്കെ പറയുന്നത് ഇത്ര വെൽ റിട്ടൺ ആയിട്ടുള്ള, എനിക്ക് മറ്റേതൊക്കെ എനിക്ക് അതൊന്നും സ്ക്രീൻ പ്ലേയിലല്ല,
പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് രാജേഷ് ഈ ക്യാരക്ടറിനെ ഇങ്ങനെ അവതരിപ്പിക്കാം എന്ന് പറയുന്ന ഒരു ആലോചന രാജേഷിന് ഉണ്ടാകുന്നത്. അപ്പൊ അത് ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു വെൽ റിട്ടൺ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് ലക്ഷറിയാണ്. ഫോർ മലയാളം സിനിമ ആസ് വെൽ ഇത്രയും റൂട്ടഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ലാക്ക് ചെയ്യും പലപ്പോഴും കൊമേഴ്ഷ്യൽ സിനിമകളിൽ പോലും. ഈ നേരത്തെ പറഞ്ഞ മെത്തേഡ്, ഇപ്പം സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട്, റോഷാക്കില് ആക്ച്വലി ആ ക്യാരക്ടറിന്റെ മെന്റൽ സ്റ്റേറ്റ് ആയിരുന്നു നരേറ്റ് ചെയ്തിരുന്നത്. അതിന്നാണ് അമ്മു എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് ക്യാപ്ചർ ചെയ്തെന്ന് പറയുന്നത്. ഇപ്പൊ ഈ ക്യാരക്ടറിന്റെ ലുക്ക്, കാര്യങ്ങൾ, ഇപ്പൊ ആളുടെ ഡീറ്റെയിൽസ്, ഇപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലത്തെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ടു പെർസീവ് ദാറ്റ് പേഴ്സൺ അല്ലേ. പക്ഷെ ഈ ആളുടെ മെന്റൽ സ്റ്റേറ്റിൽ നിന്ന് എങ്ങനെയാണ് വേറൊരാളായിട്ട് മാറാൻ പറ്റുന്നത്? റോഷാക്കിൽ ഞാൻ ചെയ്ത അമ്മു എന്നുള്ളൊരു കഥാപാത്രം ഞാൻ റിയൽ ലൈഫിൽ എനിക്ക് പരിചയമില്ലാത്ത ഒരു കഥാപാത്രമാണ്. വേറെ ചെയ്തിരിക്കുന്ന ചില കഥാപാത്രങ്ങൾ എവിടേക്കോ ചില കാര്യങ്ങൾ നമുക്ക് റെഫറൻസ് പോയിന്റ്സ് ഉണ്ടാവുമായിരിക്കും. എനിക്ക് പരിചയമുള്ള ഒരാളിൽ ഒരു ചെറിയ കാര്യം വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് അമ്മുവായിട്ട് എനിക്കൊന്നും എൻ്റെ ഒരു സറൗണ്ടിങ്ങിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ നിസാം ബഷീർ ഡയറക്ടർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അമ്മു ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അമ്മുയുടെ കാരണങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, ഇതൊക്കെ ആണ് ഒരാളുടെ മെൻ്റൽ സ്റ്റേറ്റും സൈക്കീനെ എന്താ പറയുക ഒരു സ്ട്രക്ചർ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അമ്മു മാത്രമല്ല, ഏതൊരു ക്യാരക്ടറിനും എനിക്ക് തോന്നുന്നു അവരുടെ ഒരു സൈക്കി ഒരു ഡയറക്ടർ വന്ന് പറയുമ്പോഴാണ് നമുക്ക് ശരിക്കും കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുക. ലുക്ക് വൈസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ലുക്ക് ടെസ്റ്റ് ഉണ്ട്, അതൊക്കെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. ബട്ട് നമ്മൾ ഏറ്റവും പണിയെടുക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഡയറക്ടറായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് ഏതൊരു ക്യാരക്ടറിൻ്റെയും അവരെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു, അവരെന്തുകൊണ്ട് അങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അവർക്ക് എന്തുകൊണ്ട് ആ കാര്യത്തിൽ വിഷമം വന്നു, ഇങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ വർക്ക് ആവാറ്. അപ്പോൾ അമ്മു എന്നുള്ളൊരു കഥാപാത്രത്തിൽ എനിക്ക് അത്രയും ചെറിയ ടൈമിലാണ് അമ്മു വരുന്നത്. അപ്പോൾ കണ്ടമാനം എനിക്ക് നറേറ്റ് ചെയ്ത് തരാനും ഒന്നുമില്ല അമ്മുവിനെ കുറിച്ച്. അപ്പോൾ ഡയറക്ടർ ഭയങ്കര ബ്രില്യൻ്റ്ലിയാണ് ആ ഒരു മെൻ്റൽ സ്റ്റേറ്റും സൈക്കിയും പറഞ്ഞു തന്നത്. എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തു അത് ചെയ്യാൻ. ഈ പ്രിയംവദ എന്ന് പറയുന്ന പേരിനോടൊപ്പം തന്നെ ഓർമ്മ വരുന്ന പേരാണ് പല്ലവി കൃഷ്ണൻ. ആസ് എ ഡാൻസർ ഷീ മെയ്ഡ് എ വെരി ബിഗ് ചേഞ്ച്. അതായത് എങ്ങനെയാണ് രവീന്ദ്ര സംഗീതത്തെ മോഹിനിയാട്ടത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്, വി നെവർ തോട്ട് ഓഫ് ദാറ്റ്. അപ്പം അങ്ങനെ മേ ബി അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് കൂടിയാകാം. പക്ഷേ ഷീ മെയ്ഡ് എ ബെഞ്ച് മാർക്ക് ഹിയർ. ഷീ വാസ് ക്രിട്ടിക്കലി എക്ലെയിംഡ്. അത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, ആദരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഡാൻസറിൻ്റെ മകളോടെയാണ്. ആ ഒരു എക്സ്പോഷർ, അമ്മയിൽ നിന്നുള്ള ഒരു ഇൻസ്പിറേഷൻ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. എനിക്ക് വീട്ടിൽ തന്നെ ഏറ്റവും എന്താ പറയുക അത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. എവിടെയൊക്കെയോ എനിക്ക് തോന്നുന്നു എനിക്കും ഒരു ആർട്ടിസ്റ്റ് ആവണം, ആർട്ട് എന്നുള്ളൊരു ഫീൽഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെ തോന്നിയത് ചിലപ്പോൾ ചെറുപ്പം തൊട്ട് ഞാൻ കാണുന്നത് ഒരു ആർട്ടിസ്റ്റിനെയാണ്. അപ്പോൾ അമ്മയ്ക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, ഒരു പുതിയ പ്രൊഡക്ഷൻ ഇറക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പെർഫോമൻസ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ആ സാറ്റിസ്ഫാക്ഷൻ എവിടെയോ എന്നെ ഭയങ്കരമായിട്ട് എനിക്കും ഒരു പെർഫോമർ ആവണം എന്ന് തോന്നി തുടങ്ങിയത് അമ്മേനെ കണ്ടിട്ട് തന്നെ ആയിരിക്കണം ഡെഫിനറ്റ്ലി. ആൻഡ് യെസ്, അമ്മ മലയാളിയല്ല, ബംഗാളിയാണ്. ഡാൻസിന് വേണ്ടി മാത്രമായി കേരളത്തിലേക്ക് വന്ന ഒരാളാണ്. പിന്നെ ആ സമയത്ത് ടെലിഫോണൊന്നുമില്ല. അപ്പം അങ്ങനെ കേരളത്തിലേക്ക് വന്നു, ഡാൻസ് കണ്ടിന്യൂ ചെയ്യുന്നു കേരള കലാമണ്ഡലം. ആൻഡ് ഇവിടെ ഡാൻസിന് വേണ്ടി നമ്മൾ പറയില്ല, ഒരു ഓൾമോസ്റ്റ് ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്യണു. അമ്മയ്ക്ക് ലാസ്റ്റ് ഇയർ നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു, പ്രസിഡൻസ് അവാർഡ്. അപ്പം അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു എന്താണ്, അത്രയും നമ്മൾ വർക്ക് ചെയ്ത് അന്യനാട്ടിൽ വന്ന് ഇവിടെ ഭാഷ പഠിച്ചു, ഡാൻസിന് വേണ്ടിയിട്ട് എല്ലാം ലൈഫ് അത്രയും എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഞാൻ ചെയ്യുന്ന വർക്ക് അത്രയും തന്നെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ആ ഒരു സത്യസന്ധതയോടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും എന്ന് ഉള്ളൊരു ഇൻസ്പിറേഷനാണ്. വിനയ് ഫോർട്ട് എന്ന് പറയുന്ന ആക്ടറിനെ പറ്റി സംസാരിക്കുമ്പം ആളുടെ സ്ലാങ്ങും സംസാരിക്കപ്പെടാറുണ്ട്. അപ്പം പല ക്യാരക്ടേഴ്സിലും ഈ സ്ലാങ് കടന്നു വരുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. തമാശയിലെ ശ്രീനിവാസൻ സാറിലാണെങ്കിലും മാലിക്കിലെ ക്യാരക്ടേഴ്സിലും ഇവരൊക്കെ വേറെ വേറെ ടെറൈനിലുള്ള ആളുകളാണ്. അപ്പം സംശയത്തിലെ ക്യാരക്ടറും വേറൊരു ടെറൈനിലുള്ള ആൾ. ഈ ടെറൈൻസ് മാറുന്ന സമയത്ത് സ്ലാങ് പിടിക്കുക എന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് അല്ലേ?
അത് എനിക്ക് പക്ഷെ മറ്റു സിനിമകളിലൊന്നും തന്നെ അത് ആളുകൾ അത്ര ഞാൻ ഇതിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രോപ്പറായിട്ടൊരു സ്ലാങ് പിടിച്ച് ചെയ്യുന്നൊരു പരിപാടി. പക്ഷേ നമ്മൾ തമാശയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അയാൾ സംസാരിക്കുന്നത് ന്യൂട്രൽ ലാംഗ്വേജ് ആണ്. അതെ ന്യൂട്രൽ ലാംഗ്വേജ് ആണ്, കൊച്ചി ഭാഷയല്ല. അല്ല ന്യൂട്രൽ ലാംഗ്വേജ് ആണ്. നിങ്ങൾ കിസ്മത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഹാർഡ് കോർ കൊച്ചിയാണ്. അതെ അങ്ങനെ ഒരു ബേസിക് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് മാലിക്കിൽ എവിടെയോ എനിക്ക് അങ്ങനെ ഒരു മാലിക് ക്യാരക്ടർ എനിക്ക് ഈ പറയുന്ന പോലെ ആ കഥാപാത്രത്തിനോട് നമുക്കൊരു ഭ്രാന്തമായിട്ടുള്ള സ്നേഹവും ഇതൊക്കെ വന്നിട്ട് ആ ക്യാരക്ടർ ഇപ്പൊ ഞാൻ പ്ലേ ചെയ്തിട്ടുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളൊന്നും. അപ്പൊ ഈ അയാളുടെ പരാജയങ്ങളുണ്ടല്ലോ, അയാളുടെ ബന്ധങ്ങൾ തകരുന്നു, അല്ലെങ്കിൽ അയാള് ഉണ്ടാകേണ്ട ഒരു ടെറിട്ടറിയിൽ വേറൊരു പ്രൊട്ടാഗണിസ്റ്റ് വരികയും ഇയാളുടെ തളർച്ച, ഇയാളുടെ പെങ്ങളും അകലുന്നു, നമ്മുടെ വീട്ടുകാർ ബ്ലെയിം ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയിൽ എനിക്ക് ഈ കഥാപാത്രത്തിന്റെ മനസ്സിലാക്കുക എന്ന് പറയുന്ന പരിപാടിയിൽ ഞാൻ ഈ ആക്സെന്റ്, ട്രിവാൻഡ്രം ആക്സെന്റ് അല്ലെങ്കിൽ അതിൽ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ എവിടെയോ എനിക്ക് എൻ്റെ ഈ മനസ്സിനോട് എടുക്കുക എന്ന് പറയുന്ന പരിപാടി മിസ്സാവുന്നുള്ള തരത്തിൽ ഞാൻ അവിടെ എവിടെയോ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ മഹേഷ് പറഞ്ഞിട്ട് മഹേഷ് ഒരു പെർമിഷനിൽ തന്നെ ചെയ്തതാണ്. അതുകൊണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള പരിപാടി. പക്ഷെ തമാശയിൽ അയാൾ മലയാള അധ്യാപകനാണ്. അയാൾ ഒരു ന്യൂട്രൽ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാലും അത് ഓക്കെയാണ്. കാര്യം എൻ്റെ വീട്ടിലും സംസാരിക്കുന്ന പലരും ന്യൂട്രൽ പോലത്തെ ഭാഷയാണ്. പക്ഷെ സംശയത്തിൽ നമുക്ക് ഒരു എക്സ്ക്യൂസും പറയാൻ പറ്റില്ല. കാര്യം ഇയാള് മലപ്പുറത്ത് ഈ പറയുന്ന വടകരയിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിലെ ഒരു ജീവനക്കാരന്റെ മകനാണ്. അത് അച്ഛന്റെ ജോലിയാണ് കിട്ടിയിരിക്കുന്നത്. ഇയാൾ ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ഒരാളായത് കൊണ്ടിട്ട് ഇയാള് ആ ആക്സെന്റിലെ സംസാരിച്ചേ മതിയാവുള്ളൂ. പിന്നെ 10-15 വർഷം കഴിഞ്ഞു ഇൻഡസ്ട്രി വന്നിട്ട് ഇപ്പോഴും ഞാനത് അറ്റംപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ പരാജയമാണെന്ന് എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിൽ പ്രോപ്പറായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാണുന്ന ആളുകൾ തീരുമാനിക്കേണ്ടതാണ്. എനിക്ക് വലിയ ഡിഫിക്കൽട്ട് ആയിരുന്നില്ല, സർപ്രൈസിംഗ്ലി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇപ്പോൾ വടകരക്കാർക്ക് ഈ ആക്സെന്റ് കേട്ട് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന ആക്സെന്റ് കേട്ട് കഴിഞ്ഞാൽ എത്രത്തോളം എനിക്ക് ജസ്റ്റിഫൈ ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഞാൻ എന്തിന് ആ ഒരു കാറ്റഗറി മാത്രം ആളുകളെ കുറിച്ച് ആലോചിക്കണം. ഞാൻ ആലോചിക്കേണ്ടത് കേരളം എന്ന് പറയുന്ന ഒരാളുകൾക്ക് ഇത് സൗണ്ട് ചെയ്യണം മലബാറിൻ്റെതായിട്ട്. പിന്നെ എൻ്റെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജേഷ് ഈ ആക്സെന്റ് പുൾ ഓഫ് ചെയ്യാൻ രാജേഷിന് വേറെന്ത് ബ്ലെസ്സിങ് ഉണ്ട്. ബിസ്മി സ്പെഷ്യൽ മട്ടാഞ്ചേരിയിൽ കിടക്കുന്ന പരിപാടിയായിരുന്നു. അപ്പൊ രാജേഷ് എന്നോട് ബിസ്മി സ്പെഷ്യൽ നറേറ്റ് ചെയ്യുന്ന മട്ടാഞ്ചേരി ആക്സെന്റിലായിരുന്നു. ഇയാൾ 3 വർഷം വടകരയിൽ 3-5 വർഷം വടകരയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് രാജേഷ്. അപ്പൊ ഈ കഥ എന്നോട് പറയുന്നത് വടകര ഭാഷയിലാണ്. എന്നെ നറേറ്റ് ചെയ്തതും ഇയാളുടെ ഡയലോഗ് ഒക്കെ വടകര ഭാഷയിലാണ്. അപ്പൊ എനിക്കൊരു ലാംഗ്വേജ് കോച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ജസ്റ്റിസ് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി ഇങ്ങനെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ലാങ് പിടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഈ ക്യാരക്ടർ കുറച്ചും കൂടി കൊച്ചിയിൽ പോയി പഠിച്ചു, അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇവര് കുറച്ചും കൂടി ഒരു എലൈറ്റ് ക്ലാസ് നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു കോൺട്രാസ്റ്റ് ഉണ്ട് സിനിമയിൽ. ക്ലാസിന്റെ ഡിഫറൻസും കോൺട്രാസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര ഇപ്പൊ ഞാൻ 10ാം ക്ലാസ് ഒറ്റ പോലത്തെ ഒരാളാ. ഇവര് നല്ല എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ പുറത്തു പോവുകയും ഒരുപാട് എക്സ്പോഷറൊക്കെ ഉള്ള ഷറഫിന്റെ ക്യാരക്ടറായാലും പ്രിയയുടെ ക്യാരക്ടറായാലും അല്ലേ, അങ്ങനെയാണ് അവര് ചെയ്തിരിക്കുന്നത്. 2 സിനിമകൾ ഈ മാസം റിലീസിന് വരെയാണ്. നരിവേട്ട ഇറങ്ങുന്നുണ്ട്, സംശയം ഇറങ്ങുന്നുണ്ട്. ഹൗ ഹാപ്പി ആർ യു? വെരി ഹാപ്പി. എൻ്റെ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഒരു മാസം 2 പടം ഇറങ്ങുന്നത്. ഫസ്റ്റ് ടൈമാണ്. അപ്പം ഞാനത് ഫുള്ളി അകത്തേക്ക് എടുത്ത് എൻജോയ് ചെയ്യാണ്. ഇനി എപ്പോഴായിരിക്കും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവാന്നറിയില്ല. സോ എനിക്ക് 2025 മെയ് ഭയങ്കര സ്പെഷ്യലാണ്. 16th സംശയം ഇറങ്ങുന്നു, പിന്നെ നരിവേട്ട ഇറങ്ങുന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ അനദർ മൂവി, വിലായത്ത് ബുദ്ധ. അതിലെന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? കഴിഞ്ഞു, ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇപ്പോൾ ഡബും കാര്യങ്ങളൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ വർഷം തന്നെ ഹോപ്പ്ഫുള്ളി വിൽ ബി ഏബിൾ ടു റിലീസ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. പിന്നെ ചേട്ടാ ഏതൊക്കെയാണ് ഇത് പ്രോജക്റ്റ് വരാനുണ്ട്? ഇനി റിലീസാകാൻ പോകുന്നത് മറ്റേ സൂപ്പർ സ്റ്റാർ ഷറഫ് പ്രൊഡ്യൂസ് ചെയ്ത് ഷറഫ് ലീഡ് റോളിൽ അഭിനയിക്കുന്ന പെൻഡിക്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മറ്റേ അത്യാവശ്യം കുറച്ച് ലൗഡ് കോമഡിയൊക്കെയുള്ള ഭയങ്കര രസകരമായിട്ടുള്ള സിനിമയാണ്. അതായിരിക്കും ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു റിലീസ്. പിന്നെ ഓടുമുതിര, ചാടുമുതിര,
ഇനിയിപ്പോൾ 2-3 പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പരിപാടികൾ. നിങ്ങളുടെ കോമ്പിനേഷനെ കുറിച്ച് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഷർഫുക്കില്ല. യെസ്, കുറെ കാലമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണല്ലോ. വി ആർ എക്സൈറ്റഡ്. ലൈക്ക് എന്റെ ടീച്ചർ കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. നമ്മൾ പ്രേമത്തിന് ശേഷം അല്ലെങ്കിൽ പ്രേമത്തിലെ 2 ക്യാരക്ടേഴ്സ് പ്രധാന വേഷത്തിൽ അഭിനയിക്കണം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു പ്രത്യേകത കൂടെ ഉണ്ടല്ലോ. റോൾ മോഡൽസിലല്ലേ നിങ്ങൾ ആദ്യം? ഞങ്ങൾ ജോർജ് ഏട്ടൻസ്പൂരം, ജോർജ് ഏട്ടൻസ്പൂരം റോൾ മോഡൽസ്. അതായത് ഒരു വർഷം ഞാൻ ഭാര്യയുടെ കൂടെ താമസിക്കുന്നതിലും കൂടുതൽ താമസിക്കാളുടെ കൂടെ ആ വർഷം. നല്ല ഭാഗ്യമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു വർഷം ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല ഞാനത്. പിന്നെ അങ്ങനെ പ്രേമത്തിൽ അഭിനയിച്ചു. മറ്റേ 4ാമത്തെ ഈ സിനിമ പിന്നെ ബെഡ് കിട്ടിയത്. അയാൾ നിർമ്മിച്ച സിനിമയിലും നമ്മളെ വിളിക്കാനും അല്ലെങ്കിൽ അതിന്റെ ഭാഗമാക്കാൻ കാണിച്ച ഒരു മനസ്സിനെ ഞാൻ താങ്ക്ഫുൾ ആണ് ആ കാര്യത്തിൽ. അപ്പൊ സംശയത്തിന് എല്ലാവിധ ആശംസകളും. നമുക്ക് റൂട്ടഡ് ആയിട്ടുള്ള ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു കഥയുമായിട്ട് സംശയത്തെ സ്വീകരിക്കപ്പെട്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു.